നമ്മുടെ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം. യഥാസ്ഥാനത്വത്തിലേക്കുള്ള ചില ചവിട്ടുപടികൾ എന്ന നിലയിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മിൽ നിന്ന് ഒരു യഥാസ്ഥാനത്വം പ്രതീക്ഷിക്കുന്നവനായ ദൈവം അതിന് വേണ്ടതായിരിക്കുന്ന വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടതായ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, യഥാസ്ഥാനത്വത്തിലേക്കുള്ള പടികൾ എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മൾ കണ്ടതുപോലെ കേട്ട വചനം അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതണം. ആ പഠനത്തിൽ നമ്മൾ കണ്ട ഒരു വാക്കുണ്ട്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കണം. അതാണ് ദൈവവചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അരുളി ചെയ്തവനെ നിരസിക്കുവാൻ പാടില്ല. രണ്ടാമത് നമ്മൾ കണ്ടു, നമ്മുടെ കർത്താവിനെ ശ്രദ്ധയോടെ നോക്കണം. അവന്റെ മഹത്വം വളരെ വലിയതാണ് എന്ന് നമ്മൾ കണ്ടു. സൃഷ്ടികർത്താവായ ദൈവം എന്ന് അറിയപ്പെടുന്നവൻ, ദൂതന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ, ആ നിലയിൽ എല്ലാറ്റിനും ഔന്നത്യത്തിലിരിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ നമ്മൾ നോക്കണം. അവന്റെ ആ മഹിമാസനം നമ്മെ സംബന്ധിച്ച് ഒരു കൃപാസനമാണ് എന്ന് നമ്മൾ കണ്ടു. യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ അവൻ ഏറ്റവും ഉന്നതനാണ്. അവന്റെ അടുക്കലേക്ക്, അവനിൽ നിന്ന് കൃപ ലഭിക്കേണ്ടതിന്, സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നമുക്കടുത്ത് ചെല്ലുവാൻ എല്ലാ അധികാരവും നമുക്കുണ്ട്. അപ്പോൾ അവന്റെ മഹിമാസനം നമ്മുടെ കൃപാസനമായിട്ട് മാറണമെന്നും അവൻ പോയതായിരിക്കുന്ന കാൽച്ചുവടുകൾ അത് നമുക്ക് പ്രചോദനമാകണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഓർത്തതായ കാര്യങ്ങൾ കർത്താവിങ്കലേക്ക് കൂടുതൽ അടുക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനത്വം ഉണ്ടാകേണ്ടതിനും അത് കാരണമായിട്ട് തീരണം. മൂന്നാമത് മറ്റൊരു ചിന്ത, 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. കൺസിഡർ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ ഒരു തർജ്ജമയിൽ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക എന്നതിനും അതേ വാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വായിച്ചത്, അതിന്റെ മലയാളത്തിൽ നമ്മൾ കണ്ടത്, അവനെ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ധ്യാനിക്കണം. ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത അവിടെ വെളിപ്പെടുത്തുന്നത് എന്താണ്? ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ധൈര്യമില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിപ്പാൻ, എപ്പോഴും ധൈര്യത്തോടു കൂടെ ഇരിപ്പാൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആകുലങ്ങൾ നമ്മിൽ വർദ്ധിക്കാതെ ഇരിക്കാൻ. ആൻസൈറ്റി, ഉത്കണ്ഠകൾ, പലതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിചാരങ്ങൾ നമ്മിൽ പെരുകാതിരിക്കാൻ എന്തു നല്ലതാണ്? യേശുവിനെ ധ്യാനിക്കുന്നത് നല്ലതാണ്. അവനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ധൈര്യം പെരുകുവാൻ അത് കാരണമായിട്ട് തീരുന്നു. ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ അത് കാരണമായിട്ട് തീരുന്നു. അവനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ, അവനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന
യാഥാർത്ഥ്യങ്ങൾ. ഇന്ന് അത് നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ധ്യാനിക്കാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്? നമ്മുടെ ക്ഷീണത്തെ മാറ്റുന്ന, മടുപ്പിനെ മാറ്റുന്ന, നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്ന, മുൻപോട്ട് കുതിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ അവനെ ഏത് കാര്യത്തിലാണ് ധ്യാനിക്കേണ്ടത്, അവൻ ആരാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. വിശദമായി പറയേണ്ട കാര്യം ചുരുക്കമായും ലളിതമായിട്ടും പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആണ്ടുതോറും കഴിച്ചു വരുന്നതായ യാഗങ്ങൾക്ക് പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ കഴിയുമായിരുന്നത് അല്ല എന്ന് പറഞ്ഞാൽ, കർത്താവിനെ ധ്യാനിക്കുമ്പോൾ അവന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിലേക്കാണ് ആദ്യം പോകുന്നത്. അതിന്റെ കാരണം എന്താണ്? അവിടെ നമ്മൾ വായിച്ചതുപോലെ അന്ന് നടന്നു വന്നിരുന്നതായിരിക്കുന്ന യാഗങ്ങൾ കൊണ്ട് എന്ത് സാധ്യമായിരുന്നില്ല? പാപങ്ങളുടെ പരിഹാരം സാധ്യമായി വന്നിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ കർത്താവ് പറയുന്നതായിട്ട് അതിന്റെ 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടിയ ചിന്ത, അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണമാണ് നമ്മൾ അവിടെ കണ്ടത്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറേണ്ടതിന് ആത്മരൂപിയായിരിക്കുന്ന കർത്താവിന് സാധ്യമല്ല. ആത്മരൂപിയായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. അതിനെന്താ ഉണ്ടാകേണ്ടത്? ഒരു ശരീരം ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മെ തൻ്റെതാക്കി മാറ്റുന്നതിനുള്ള ദൈവിക പദ്ധതിയുടെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ്. നീ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് ആത്മരൂപിയായ കർത്താവ് ആയിത്തീരണം, ശരീരമായിട്ട് അവൻ തീരണം. നമുക്കറിയാകുന്നത് പോലെ അതാണ് കന്യകാമറിയാമിന്റെ ഉദരത്തിൽ സംഭവിച്ചത്. വചനം ജഡം ആയിത്തീർന്നു. വചനം ജഡമായി തീർന്നു. എന്തിനു വേണ്ടി? ഹനനയാഗങ്ങൾ കൊണ്ടും ഭോജനയാഗങ്ങൾ കൊണ്ടും പാപങ്ങളുടെ പരിഹാരം വരാതിരിക്കുമ്പോൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരണം. അതിനുവേണ്ടി നാം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ഒരു ശരീരം എടുക്കേണ്ടതിന്, ആ ശരീരത്തിൽ അവൻ വരേണ്ടതിന് എന്ത് ചെയ്തുവെന്നാണ്? ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി. ഈ കഴിഞ്ഞ ദിവസം ആ വാക്യം ഞാന് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരു വ്യക്തി അതേക്കുറിച്ച് അതിന് സംശയമായിട്ട് ചോദിച്ചു, അപ്പോൾ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ചെറിയവനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ദൂതന്മാർക്ക് മരിക്കാൻ കഴിയില്ല. മരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ആർക്കുള്ളത്? ദൂതന്മാർക്കുള്ളത്. അപ്പോൾ അതിനേക്കാൾ താഴ്ച വന്നവനായി യേശു മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മരിക്കുവാൻ കഴിയുന്നതായ ഒരു ശരീരത്തിലേക്ക് നമ്മുടെ കർത്താവ് താണു എന്നാണ് അതിന്റെ അർത്ഥം. കഷ്ടം അനുഭവിക്കുവാൻ കഴിയുന്ന, നിന്ന ഏറ്റെടുക്കുവാൻ കഴിയുന്ന, വേദനകൾ അനുഭവിക്കാൻ കഴിയുന്ന, മരിക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിലേക്ക് നമ്മുടെ കർത്താവ് താണു എന്നതാണ് അവൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി എന്ന് നാം വായിക്കുന്നത്. പാപം ചുമക്കുവാൻ കഴിയുന്ന ഒരു ശരീരം. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകൻ അവനെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ പാപം, മനുഷ്യവർഗത്തിന്റെ പാപം ചുമക്കണമെങ്കിൽ അതിന് തക്കവണ്ണം ഒരു ശരീരം തനിക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ പാപം ചുമക്കാൻ കഴിയുന്ന ഒരു ശരീരത്തോടു കൂടെ എബ്രായ ലേഖനം 9-ാം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ഒരു ശരീരമെടുത്ത് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി ഒരിക്കലായി അവൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ അവൻ പ്രത്യക്ഷനായി. വല്ലതും മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ളതായ അവതാരം എന്ന് പറയുന്നത് നമ്മൾ ധ്യാനിക്കണം. എന്തിനാ അത് ധ്യാനിക്കുന്നത്? ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. എന്റെ കർത്താവായ യേശു ക്രിസ്തു മഹിമാസനത്തിൽ ഇരുന്നവൻ, ആത്മരൂപിയായിരുന്ന ദൈവത്തിന്റെ നിത്യനായ പുത്രൻ, എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങളെ പരിഹരിക്കുന്നതിനു വേണ്ടി തന്നെത്താൻ യാഗമായി തീരുവാൻ ഒരു ശരീരമെടുത്ത് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായവൻ ആണ്. അതിന്റെ ഒരു കാരണം കൂടെ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ശരീരമെടുത്തത് എന്തിനു വേണ്ടിയാണ്? 2:14 നാം എന്താ വായിക്കുന്നത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആണ്. മക്കൾ, നമുക്കറിയാം അതൊക്കെ വളരെ എന്താ പറയുന്ന ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ ഒക്കെ വരുന്നതായ കാര്യങ്ങളാണ്. തന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് വേണ്ടി അവർ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന നാം ദൈവത്തിന്റെ മക്കളാണ്. ഈ മക്കളായിരിക്കുന്ന നമ്മൾ എങ്ങനെയാണുള്ളത്? ജഡരക്തങ്ങളോട് കൂടിയവർ ആണ്. അസ്ഥിയും മാംസവും രക്തവും ഒക്കെ ഉള്ളതായ ഒരു മനുഷ്യനാണ് നമ്മൾ. ആ മനുഷ്യന്റെ രൂപത്തിലേക്ക് നമ്മുടെ കർത്താവും എങ്ങനെ തന്നെ വന്നു എന്നാണ്? ജഡരക്തങ്ങളോട് കൂടിയവനായി. അവനിവിടെ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത, വികാരങ്ങൾ ഇല്ലാത്ത, ക്ഷീണമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിലല്ല, മറിച്ച് നമ്മെ പോലെ തന്നെ നാം വായിക്കുന്നുണ്ടല്ലോ, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ നിലയിൽ നമുക്ക് തുല്യനായി ഈ ഭൂമിയിൽ അവതരിച്ചവനാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. അവനെ വേണം നമ്മൾ ധ്യാനിക്കുവാൻ. ഇനിയും അവനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം തന്നെയാണ് ഇന്ന് ചിന്തിക്കുന്നത്. എബ്രായ ലേഖനം 5:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുത്രൻ എങ്കിലും, അതെ, അവനെ കുറിച്ച്, അതായത് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി, ജഡരക്തങ്ങളോട് കൂടിയവനായി ഒരിക്കൽ പ്രത്യക്ഷനായ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അവിടെ വായിച്ചത് അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. രക്ഷാനായകൻ.
യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് അടുത്തത്. അവൻ രക്ഷാനായകനാണ്. മൂന്നാമത് 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നിത്യരക്ഷയുടെ കാരണഭൂതൻ. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, രക്ഷാനായകനാണ്, പിന്നെ നിത്യരക്ഷയുടെ കാരണഭൂതനാണ്. 7:25 നമ്മൾ വായിക്കുന്നത് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായവനാണ്. 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. 9:11 വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജനത്തെ ശുദ്ധീകരിക്കേണ്ടവനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, ജഡാവതാരം ചെയ്ത യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടു, ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നവനാണ്. അതിൽ മാത്രം നമ്മുടെ ധ്യാനം ഒതുക്കരുത്. അല്പം കൂടെ കടന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവൻ ആരാണ്? അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ അതിന്റെ വിശദീകരണം പിന്നാലെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ രക്ഷാനായകനാണ്, നിത്യരക്ഷയുടെ കാരണഭൂതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്, പാപികളെ അല്ല തന്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ ചുമതലയിൽ, കടമയിൽപ്പെട്ട കാര്യമായിരുന്നു. ഏത്? രക്ഷാനായകത്വം വഹിക്കുക, പൂർണ്ണമായി രക്ഷിക്കുക, ജനത്തെ വിശുദ്ധീകരിക്കുക, അവർക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ കർത്താവ് ചെയ്തതായ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു പടി കൂടെ നമ്മൾ കടക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് 5:8 എന്താ നമ്മൾ വായിച്ചത്? പുത്രനെങ്കിലും, അടുത്ത വാക്കെന്താണ്? പുത്രനെങ്കിലും, അവൻ പുത്രനാണ് എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. എന്താ കുറിവാക്യം? നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പുത്രനെ ധ്യാനിക്കുക. അവനെ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, അവൻ ആരായിരുന്നു? അവൻ പുത്രനാണ്. ആയിരുന്നു എന്നതിനേക്കാൾ അവൻ പുത്രനാണ് എങ്കിലും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുത്രനാണ് എങ്കിലും എന്ത് ചെയ്തു എന്നാണ്? താൻ അനുഭവിച്ച കഷ്ടങ്ങൾ. ഒരു എക്സസും ആ കാര്യത്തിൽ നമ്മുടെ കർത്താവിന് കൊടുത്തില്ല. ഓ, എന്റെ പുത്രനല്ലേ, എങ്ങനെ ഞാൻ അവനെ കൈവിടുമെന്ന് പിതാവായ ദൈവം വിചാരിച്ചില്ല. യെശയ്യാ 53 നമ്മൾ നിത്യം ധ്യാനിക്കുന്ന വേദഭാഗങ്ങളാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് തന്റെ മകനാണെന്നുള്ള പരിഗണന കൊടുത്തില്ല. നാം വായിക്കുന്നുണ്ട്, എന്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടതെന്ത്? പിതാവായ ദൈവം തന്റെ മുഖം മറച്ചു കളഞ്ഞു. തന്റെ പുത്രന്റെ കരച്ചിൽ അവൻ കേട്ടില്ല. പുത്രന് വേണ്ടി തന്റെ ചെവിയെ അവൻ ചായിച്ചില്ല. കാരണം എന്താണ്? പുത്രനെങ്കിലും അവൻ എന്ത് ചെയ്യണം? താൻ കഷ്ടം അനുഭവിക്കണം. എന്തിനാണത്? നാം കഷ്ടം അനുഭവിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ചിന്ത അതിലേക്ക് വരുന്നുണ്ട്. സൗരൻ പറഞ്ഞത്, നാം ധ്യാനിക്കുമ്പോ അനേകരുടെ ഹൃദയം മടുക്കുന്നതിന്റെയും ക്ഷീണിക്കുന്നതിന്റെയും കാരണം എന്താണ്? ഒരു കാരണം ഈ കഷ്ടതയാണ്. അപ്പോൾ കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കർത്താവിനെ ധ്യാനിക്കുക. എന്താണ് ധ്യാനിക്കേണ്ടത്? അവൻ ദൈവപുത്രനായിരുന്നു എങ്കിലും അവൻ എന്താ ചെയ്തത്? കഷ്ടങ്ങൾ അവൻ അനുഭവിച്ചു. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. ഇനി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ കാണുന്നുണ്ട്, 2:10 നമ്മൾ നേരത്തെ കണ്ടു രക്ഷാനായകൻ. അവിടെ എന്താണ് നമ്മൾ 2:10 വായിക്കുന്നത്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം.
ആരെയാ നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ കർത്താവിനെ ഓർക്കണം. നമ്മെ അവൻ എവിടേക്കാണ് നടത്തുന്നത്? തേജസ്സിലേക്ക് നമ്മെ നടത്തുമ്പോൾ നമ്മുടെ രക്ഷാനായകനായിരിക്കുന്ന കർത്താവ് എന്ത് ചെയ്തുവെന്നാണ്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുക എന്ന് പറഞ്ഞാൽ ഇനി അവൻ അനുഭവിക്കേണ്ടതായ ഒരു കഷ്ടതയും ഈ ഭൂമിയിൽ ഇല്ല. സകല മാനവജാതിയും അനുഭവിക്കേണ്ടതായ മുഴുവൻ കഷ്ടതകളും നമ്മുടെ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. നാം അവിടെ വായിക്കുന്നത് അത് യുക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ അതവന് യോഗ്യമായിരുന്നു. അതാണ് ഒരു രക്ഷാനായകൻ. അതാണ് യേശുവിനെ രക്ഷാനായകനാക്കിയത്. ഏത് കാരണത്താൽ? അനേകരെ തേജസ്സിലേക്ക് നടത്തുന്നവൻ ആരായിരിക്കണം? അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകണം. തേജസ്സിലേക്ക് നടത്തുന്നവൻ എന്തുണ്ട്? കഷ്ടമുണ്ട്. അത് കർത്താവിനെ നമ്മൾ നോക്കി ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മടുത്തു പോകുന്ന മേഖലകളുണ്ട്. എന്റെ കർത്താവെ, ഒന്നും ശരിയാകുന്നില്ലല്ലോ. ഓർക്കണം നമ്മുടെ കർത്താവിനെ. അത് ഓർത്താൽ നമുക്ക് എന്തുണ്ടാകും? ഇത് എനിക്ക് യുക്തമാണ്, ഈ കഷ്ടതകൾ എനിക്ക് യുക്തമാണ്, ഇത് ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത് ധ്യാനിക്കുമ്പോൾ എന്റെ ക്ഷീണം മാറും. കർത്താവിന്റെ പിന്നാലെ പോകുവാൻ അത് കാരണമാകും. 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെയും നമ്മൾ വായിക്കുന്നത് എന്താ? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ. പാപികളാൽ നേരിട്ടതായ വിരോധം സഹിച്ചവനാണ് ആര്? ദൈവപുത്രൻ. അവിടെ നമ്മൾ വായിക്കുന്നത് അവനെ നിങ്ങൾ ധ്യാനിക്കണം. എന്താ ധ്യാനിക്കേണ്ടത്? എന്തുകൊണ്ടാ ധ്യാനിക്കേണ്ടത്? അവിടെ അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ക്ഷീണിച്ചു മടുത്തുപോയിരിക്കുന്നത് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. എന്നാൽ അവിടെ നിങ്ങൾ ആര് നോക്കണം? ആര് ധ്യാനിക്കണം? പാപികളാൽ, ദുഷ്ടമനുഷ്യരാൽ അവൻ അനുഭവിച്ചതായിരിക്കുന്ന ആ വിരോധങ്ങൾ, പകയുടെ കനലുകൾ, അല്ലെ, പകയുടെ നോട്ടങ്ങൾ, പകയുടെ വാക്കുകൾ, വെറുപ്പിന്റെ വാക്കുകൾ. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തെല്ലാം വാക്കുകളാണ് അന്നുണ്ടായിരുന്ന യഹൂദന്മാർ പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവനെ ആരോപിച്ചത്. ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്തുവെന്നാണ്? അതെല്ലാം അവൻ സഹിച്ചു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഇതുപോലെ ഇതിന് സമാനമായിരിക്കുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ കർത്താവിനെ ധ്യാനിക്കണം. എന്റെ കർത്താവ് കേട്ടിടത്തോളം ഞാൻ കേട്ടിട്ടില്ല, എന്റെ കർത്താവ് സഹിച്ചിടത്തോളം ഞാൻ സഹിച്ചിട്ടില്ല, എന്റെ കർത്താവ് അനുഭവിച്ചിടത്തോളം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ കർത്താവിനെ പിൻപറ്റുവാൻ അത് ധാരാളം നമ്മെ സഹായിക്കുന്നതാണ്. 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. എന്തിന്? ജനത്തെ വിശുദ്ധീകരിക്കാൻ. എന്റെ വിശുദ്ധീകരണത്തിനായി അവൻ എന്ത് ചെയ്തുവെന്നാണ്? അവർ കഷ്ടം അനുഭവിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമാണ്. നാം കണ്ടു, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി നിത്യരക്ഷയുടെ കാരണഭൂതനായി അവൻ മാറി. പാപികളാൽ തനിക്ക് നേരിട്ടതായിരിക്കുന്ന വിരോധം അവൻ സഹിച്ചു. 2:10 നമ്മൾ കണ്ടതുപോലെ കഷ്ടാനുഭവങ്ങൾ, രക്ഷാനായകൻ ആയിരുന്നവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. 13:12 നമ്മൾ കണ്ടതുപോലെ അവൻ നഗരവാതിലിന് പുറത്തു വെച്ച കഷ്ടം അനുഭവിച്ചു. നഗരവാതിൽ, നഗരത്തിന്റെ ഉള്ളിൽ നമ്മുടെ കർത്താവിന് ഇടം ഉണ്ടായിരുന്നില്ല. എല്ലാവരാലും ആട്ടിപ്പായിക്കപ്പെട്ട ഒരുവനായി നമ്മുടെ കർത്താവ് മാറി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും അല്പാൽപമായിട്ടൊക്കെ നമ്മൾ അത് അനുഭവിക്കുന്നവരാണ്. പേടിക്കണ്ട. ഇത് നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ആ ഭാരം അങ്ങ് മാറും. ഏത് ഭാരം?
ജനത്തിനു വേണ്ടി, ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിനു വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ച അരുമനാഥനാണ് എന്റെ കർത്താവ്. അവനെ എനിക്ക് പിൻപറ്റുവാൻ കഴിയും. അതുപോലെ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ന്റെ 10 നമ്മൾ വായിക്കുന്നത് എന്താ? ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വെറുതെ വാക്കുകൊണ്ടായിരുന്നില്ല നമ്മുടെ കർത്താവിന്റെ ആ ശുദ്ധീകരണ ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? തന്റെ ശരീരം യാഗമായി യാഗമായതിലൂടെ നാം അത് 9-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന കാര്യമാണ്. തന്നെത്താൻ ഒരു യാഗമൃഗമായി അവൻ മാറി, അല്ലെ? അതൊക്കെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ ലേഖനത്തിൽ നിന്ന് തന്നെ ധ്യാനിക്കുമ്പോൾ വളരെയേറെ പഠിക്കുവാനായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അവൻ കഴിച്ചതായിരിക്കുന്ന ശരീരയാഗം, ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങൾ ഏറ്റവനാണ്. വിവിധ നിലകളിൽ നമുക്കത് ഈ ലേഖനത്തിലൂടെ കാണുവാൻ കഴിയും. അതാണ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. നാം വായിച്ചതുപോലെ ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നവൻ, അവൻ എന്താ ചെയ്തത്? തന്റെ ശരീരയാഗത്താൽ പാപപരിഹാരം അവൻ വരുത്തി. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? മരണം അനുഭവിച്ചത് കൊണ്ട് ഇന്ന് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. നമ്മുടെ രക്ഷാനായകൻ ആരാണ്? മരണം അനുഭവിച്ചവനാണ്. മരണത്തിൽ നിന്ന് ഒളിച്ചോടി പോയവനല്ല, മരണം കണ്ടപ്പോൾ മാറി നിന്നവനല്ല. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അടുത്ത വാക്കെന്താ പറഞ്ഞത്? വേണ്ട കർത്താവേ, വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടം. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ ഞാനത് കുടിക്കും. അതാ കർത്താവ് പറഞ്ഞത്. മരണം അവൻ എന്ത് ചെയ്തു? അവൻ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ഹൃദയം ക്ഷീണിക്കരുത്, നമ്മുടെ ഹൃദയം തളരരുത്. നാം വിളിച്ചപേക്ഷിക്കുന്ന, നാം ഏറ്റുപറയുന്ന, നാം അംഗീകരിക്കുന്ന നമ്മുടെ രക്ഷാനായകൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതെല്ലാം അനുഭവിച്ചവൻ തന്നെയാണ്. ഇനിയും അവനെ ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രചോദനം എന്താണ്? അല്ലെങ്കിൽ എന്തു മാറ്റമാണ് നമ്മിൽ ഉണ്ടാകുന്നത്? എന്തു മാറ്റമാണ് നമ്മിൽ സംഭവിക്കേണ്ടത്? 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം കണ്ട കാര്യമാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായിട്ടാണ് ഇവിടെ വന്നത്. അത് നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചിന്തിക്കേണ്ട, നാം ധ്യാനിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്റെ കർത്താവും എങ്ങനെയായിരുന്നു ഈ ഭൂമിയിലായിരുന്നത്? അവനും ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് തന്നെയാണ്. അവന്റെ മുൻപിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അവൻ രോഗം ശീലിച്ചവനായി എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ ക്ഷീണിതനായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവന് വിശന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഉറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായ കാരണങ്ങളും വ്യത്യസ്തമായ തലങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മുടെ കർത്താവ് നമ്മെ പോലെ തന്നെ ആയിരുന്നവനാണ്. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായിട്ട് തന്നെ ഇരുന്നവനാണ്. അതുകൊണ്ട് 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നമ്മുടെ കർത്താവ് ഈ നിലയിലെല്ലാം കടന്നു പോയി എന്നത് കൊണ്ട് എന്താ നമുക്കുള്ള നന്മ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മിൽ വരുത്തേണ്ട മാറ്റം എന്താണ്? എന്റെ കർത്താവും എന്നെ പോലെ തന്നെ എന്തു ചെയ്തു? പരീക്ഷിക്കപ്പെട്ടവനാണ്. താൻ പരീക്ഷിതനായി തീർന്നവനാണ്. നമുക്കറിയാം, മരുഭൂമിയിലേക്ക് ആത്മാവ് തന്നെ നടത്തി 40 ദിനരാത്രങ്ങൾ അവിടെ പിശാചിനാൽ അവൻ
പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ നാം പരീക്ഷിക്കപ്പെടുന്നു. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് എന്റെ കർത്താവും അനുഭവിച്ചതാണ്. ഇതും എന്റെ കർത്താവ് അനുഭവിച്ചതാണ്. കർത്താവ് അതിനെങ്ങനെയാണ് ജയിച്ചത്? നമുക്കറിയാം. ആത്മാവിന്റെ ശക്തി തന്റെ മേൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവവചനത്തിലുള്ള അചഞ്ചലമായ നിശ്ചയമായിരുന്നു അവനെ പിശാചിനെ ജയിക്കുവാൻ കാരണമായിട്ട് തീർന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മിൽ ഉണ്ടാകുകയും ആ ധ്യാനം നമ്മിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മുടെ കർത്താവും ഇതേ രൂപത്തിൽ കടന്നുപോയവനാണ്. അതുകൊണ്ട് നമ്മുടെ വായിക്കുന്നത് പോലെ നമ്മെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. പരീക്ഷകൾ നേരിടുമ്പോൾ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയിൽ അകപ്പെടും. അവിടെയാണ് കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദിനംതോറും 100 പരീക്ഷണങ്ങൾ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ, പിശാച് നമ്മുടെ നേരെ കൊണ്ടുവരുമ്പോൾ, എന്നെ സഹായിക്കണമേ കർത്താവേ, എനിക്ക് ഈ നിലയിൽ ഒറ്റയ്ക്ക് പോകുവാൻ കഴിയുകയില്ല, എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മെ സഹായിപ്പാൻ അവന് കഴിയും. കാരണം എന്താ? കർത്താവ് അനുഭവത്തിലൂടെ കടന്നുപോയവനാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് പലരുടെയും കാര്യങ്ങൾ മനസ്സിലാകില്ല. കാരണം എന്താ? നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർ കടന്നു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ആ ഷൂസിൽ നമ്മൾ നിന്നിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ മക്കളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും അവൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെയും നോക്കണ്ട. എന്നെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് എന്റെ നല്ല നാഥൻ. 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ്. അതിന് നമ്മുടെ കർത്താവ് മതിയായവൻ. പരീക്ഷിക്കപ്പെടുമ്പോൾ സഹായിക്കുന്നത് പോലെ തന്നെ ബലഹീനതകൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മെ വിട്ട് ഓടിപ്പോകുന്നവനല്ല. അവിടെ സഹതാപം കാണിക്കുവാൻ, നമ്മോട് മനസ്സലിവ് കാണിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അത് നമ്മെ ധൈര്യപ്പെടുത്തി മുൻപോട്ട് കുതിക്കുവാൻ പ്രചോദനമായിട്ട് തീരുവാൻ ആവശ്യമുണ്ട്. 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നഗരവാതിലിന് പുറത്തു വെച്ചാണ് അവൻ എന്ത് ചെയ്തത്? കഷ്ടം അനുഭവിച്ചത്. പുറത്താക്കപ്പെടുന്ന സന്ദർഭം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടുന്നതായ, നിരാശ വരുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പോഴും ആരെ ധ്യാനിക്കണം? കർത്താവിനെ ധ്യാനിക്കണം. എന്താ നമുക്ക് കിട്ടുന്ന ഉത്തരം? എന്റെ നാഥനും എന്ത് ചെയ്തു? നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചവനാണ്. ഈ ഓരോ ചിന്തകളും നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന ചിന്തകളായി മാറുവാൻ ആവശ്യമുണ്ട്. ഒടുവിൽ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ, അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ അവൻ സഹിച്ചു. അപമാനത്തെ അവൻ അവഗണിച്ചു, അവജ്ഞയോടെ കണ്ടു എന്നാണ്. എന്തിനെയാണ് കണ്ടത്? അപമാനത്തെ. താൻ നേരിടേണ്ടി വരുന്നതായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോ കർത്താവ് അപമാനിതനാണ്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അപ്പോൾ നമ്മുടെ കർത്താവ് എന്താ നേരിട്ടത്? ശരിക്കും അവിടെ അപമാനിതനായി. അവൻ അപമാനിതനായി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു എന്നാണ്? അവന്റെ വാക്കിനെ, അവരുടെ വാക്കുകളെ അവജ്ഞയോടെ അതങ്ങ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ക്രൂശിനെ അവൻ സഹിച്ചു എന്ന് പറയുമ്പോൾ മാറിപ്പോകാതെ, ഒഴിവാക്കാതെ താൻ അത് ഏറ്റെടുത്തു എന്നാണ്.
ക്രൂശിനെ അവൻ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓർക്കേണ്ട കാര്യം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലൂടെ നാം കണ്ടതുപോലെ, പാപികളാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. അവൻ ആരായിരുന്നു? അവൻ എങ്ങനെയാണ് ഈ ഭൂതലത്തിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയാണ് വന്നത്? അവൻ നമ്മുടെ മുമ്പാകെ വെച്ചതായിരിക്കുന്ന നല്ല മാതൃകകൾ എന്താണ്? അവനെ ഓർക്കുമ്പോൾ, അവനെ ധ്യാനിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതായ ചിന്തകൾ? ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ഒരുപാട് ക്ഷീണവും മടുപ്പും പിന്മാറലും ദൈവവിരോധികളായും അനേകർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനധ്യാനവും പഠനവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കൂടുതൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നതിന് ഒരു യഥാസ്ഥാനത്വത്തിന് ഇത് കാരണമായിട്ട് ഭവിക്കട്ടെ. യഥാസ്ഥാനത്വം നമ്മിൽ ഉണ്ടാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം ആയിത്തീരുവാൻ ഈ വചന പഠനവും ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.